ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററായ അവർ ഗവൺമെൻറ് എന്നുള്ള പാഠഭാഗമാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എങ്കിൽ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവൂ. ഓക്കെ, ഫസ്റ്റ് പേജ് നോക്കാം. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ എബോ പിക്ചേഴ്സ്? മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഓരോ ചിത്രമായിട്ട് നോക്കാം. ഫിഗർ 1 എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വൺ ഈസ് ദ പാർലമെൻറ്റ് ബിൽഡിംഗ് വിച്ച് റെപ്രസെൻറ്റ് ദ ലെജിസ്ലേച്ചർ. ഒന്നാമത്തെ ചിത്രം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെൻറ്റ് മന്ദിരമാണ്, പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ്. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് പാർലമെൻറ്റ് സെക്ഷൻസ് ആർ ഹെൽഡ്. അതാണ് ഞാൻ പറഞ്ഞത്, പാർലമെൻറ്റ് സെക്ഷൻസ് അല്ലെങ്കിൽ പാർലമെൻറ്റ് സഭകൾ സമ്മേളിക്കുന്ന പാർലമെൻറ്റ് മന്ദിരമാണത്. ദ സെക്കൻഡ് റെപ്രസെൻറ്റ് ദ എക്സിക്യൂട്ടീവ് and is the official residence of the President of India. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമായ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ്. നമ്മുടെ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് ഒഫീഷ്യൽ റെസിഡൻസ്. ഔദ്യോഗിക വസതിയുടെ ഇംഗ്ലീഷാണ് ഒഫീഷ്യൽ റെസിഡൻസ്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. തേർഡ് ഈസ് ദ സുപ്രീം കോർട്ട് കോംപ്ലക്സ്. മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് കോംപ്ലക്സ്, സുപ്രീം കോടതിയുടെ സമുച്ചയമാണ്. വിച്ച് റെപ്രസെൻറ്റ് ദ ഇന്ത്യൻ ജുഡീഷ്യറി. സുപ്രീം കോടതി അപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇന്ത്യൻ ജുഡീഷ്യറി, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ സൂചിപ്പിക്കുന്ന സുപ്രീം കോടതിയാണ് ആ മൂന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. These three institutions are related to three organs of the government, namely legislature, executive and judiciary. ഈ 3 ഓർഗൻസ്, നമ്മൾ സാധാരണ ഓർഗൻ എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അവയവം എന്ന് നമുക്കിതിനെ പറയാം. ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസായ ഈ 3 എണ്ണത്തിൻ്റെയും അറിയപ്പെടുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്നാണ്. അപ്പോൾ ആ നെക്സ്റ്റ് പിക്ചർ ഒന്ന് നോക്കിയേ. ഗവൺമെൻറ് നടുക്ക് കൊടുത്തിരിക്കുന്നു, അതിൽ ലെജിസ്ലേച്ചർ ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പോൾ ലെജിസ്ലേച്ചറിൻ്റെ ജോലി എന്താണ് അവിടെ കാണിച്ചിരിക്കുന്നത്? മേക്ക് ലോ, നിയമം നിർമ്മിക്കുന്നത് ലെജിസ്ലേച്ചറാണ്. ജുഡീഷ്യറിയോ ഇൻ്റർപ്രറ്റ്സ് ലോയ്, നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നവയാണ്. എക്സിക്യൂട്ടീവോ ഇംപ്ലിമെൻ്റ് ലോയ്, നിയമങ്ങൾ നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവാണ്. നിയമങ്ങൾ നടപ്പിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗൻസ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ആ 3ൻ്റെയും ധർമ്മവും നൽകിയിട്ടുണ്ട്. ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് നിയമമുണ്ടാക്കുന്നു, നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നു, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കാര്യനിർവഹണം, എക്സിക്യൂട്ടീവ് മറന്നുപോവല്ലേ, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് നിയമങ്ങൾ നടപ്പിലാക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ് ബേസ്ഡ് ഓൺ ദ ഗിവൺ പിക്ചർ. തന്നിട്ടുള്ള പിക്ചർ അനുസരിച്ചിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസിനെ പറ്റിയിട്ടൊരു ചെറിയ നോട്ട് തയ്യാറാക്കാൻ നമുക്കതൊന്ന് നോക്കാം. ആ നോട്ടിനകത്ത് നമുക്ക് എന്ത് എഴുതാം? The 3 organs of the government are legislature, executive and judiciary. The legislature make laws. The executive implements these laws. The judiciary interprets laws. നമ്മളിപ്പോൾ പഠിച്ചത് തന്നെ ഒരു പാരഗ്രാഫ് വൈസ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ലെജിസ്ലേച്ചർ നിയമമുണ്ടാക്കുന്നു, എക്സിക്യൂട്ടീവ് ആ നിയമത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അഥവാ നടപ്പിലാക്കുന്നു, ജുഡീഷ്യറി ലോയെ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നു. ക്ലിയറായെന്ന് കരുതുന്നു. Haven't you understand what the organs of the government are?
അനലൈസ് the three organs of the government of India based on that chart given. ഇനി നമുക്ക് ഈ ഓരോ ഓർഗൻസിനെയും ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കാം. ഒരു ചാർട്ട് നൽകിയിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കകത്ത് നമ്മളിപ്പോൾ 3 ഓർഗൻസാണ് പഠിച്ചത്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ ലെജിസ്ലേച്ചറിനകത്ത് ഏതൊക്കെ വരും, എക്സിക്യൂട്ടീവിനകത്ത് എന്തൊക്കെ ഭാഗങ്ങൾ വരും, ജുഡീഷ്യറിക്കകത്ത് ഏതൊക്കെ വരും എന്ന് നമുക്ക് നോക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നവയാണ് പ്രസിഡൻറ്റ്, ലോകസഭ, രാജ്യസഭ. പ്രസിഡൻറ്റ്, ലോകസഭ, രാജ്യസഭ. എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം, അതിൽ വരുന്നവയാണ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ബ്യൂറോക്രസി. ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്നാണ്. ഉദ്യോഗസ്ഥന്മാരെല്ലാവരും എക്സിക്യൂട്ടീവ്, അവരല്ലേ ഭരണനിർവഹണം ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവിനകത്ത് വരുന്നവർ അവരത്രയുമാണ്. ജുഡീഷ്യറി നീതിന്യായ വിഭാഗത്തിൽ വരുന്നവയാണ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, സബ് കോർട്ട്, മുനിസിപ്പൽ കോർട്ട്, മജിസ്ട്രേറ്റ് കോർട്ട് എന്നിവയെല്ലാം നീതിന്യായ വിഭാഗത്തിൽ വരുന്നവയാണ്. ഈ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഓർഗൻസിലും വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇന്നത്തിൽ തരംതിരിച്ച് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ. നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ. The legislature in India is known as the Parliament. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. It consists of the President and the 2 houses, namely രാജ്യസഭ and ലോക്സഭ. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തെ നമ്മൾ പാർലമെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പാർലമെൻറ്റിൽ രാഷ്ട്രപതിയും ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതിനെയാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കണേ, പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിന്ത വരരുത് ലോകസഭയും രാജ്യസഭയും എന്ന് മാത്രമല്ല, അതിൽ പ്രസിഡൻറ്റും ഉൾക്കൊള്ളും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ മറന്നുപോകും. പ്രസിഡൻറ്റും ലോകസഭയും രാജ്യസഭയും ചേരുന്നതിനെയാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. ദ രാജ്യസഭ ഈസ് നോൺ ആസ് ദ അപ്പർ ഹൗസ് ആൻഡ് ദ ലോക്സഭ ഈസ് നോൺ ആസ് ദ ലോവർ ഹൗസ്. രാജ്യസഭയെ അറിയപ്പെടുന്നത് അപ്പർ ഹൗസ് അഥവാ ഉപരിസഭയെന്നും ലോകസഭ അറിയപ്പെടുന്നത് അധോസഭയെന്നും അഥവാ ലോവർ ഹൗസ് എന്നുമാണ്. ഈ 2 പേരുകളും തെറ്റിപ്പോകാതെ പഠിക്കണം. Since it has 2 houses, it is known as bicameral legislature. 2 സഭകൾ, ബൈ എന്ന് പറഞ്ഞാൽ 2 സഭകൾ ഉള്ളതുകൊണ്ട് എങ്ങനെ അറിയപ്പെടുന്നു? ഇതിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നു. പാർലമെൻറ്റിന് 2 സഭകളുണ്ട്, ലോകസഭയും രാജ്യസഭയും. 2 സഭകൾ ഉള്ളതുകൊണ്ട് ഈ പാർലമെൻറ്റിനെ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഓർ ബൈകാമറൽ ലെജിസ്ലേച്ചർ. ഇനി നമ്മൾ രാജ്യസഭയെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, രാജ്യസഭയിൽ 238 എലക്റ്റഡ് മെമ്പേഴ്സ്, തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളാണുള്ളത്. 12 നോമിനേറ്റഡ് മെമ്പേഴ്സ്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങളുണ്ട്. നോൺ ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. പെർമനൻറ്റ് ഹൗസാണ്, സ്ഥിരം സഭയാണ്. വൈസ് പ്രസിഡൻറ്റ് പ്രിസൈഡ്സ് ഓവർ ദ സെക്ഷൻസ്, ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ്. രാജ്യസഭയിൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് 238, അതിൽ നോമിനേറ്റഡ് ചെയ്യപ്പെട്ടത് 12 പേരാണ്. രാജ്യസഭ അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ്. ഇതൊരു സ്ഥിരം സഭയാണ്. വൈസ് പ്രസിഡൻ്റാണ് അധ്യക്ഷത വഹിക്കുന്നത്. തെറ്റിപ്പോകരുത് ലോകസഭ പഠിക്കുമ്പോൾ. എന്താണ് പറഞ്ഞത്? കാരണം ലോകസഭയുടെ വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ 2 കൂടെ കൺഫ്യൂഷനായി പോകരുത്. അപ്പോൾ രാജ്യസഭ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് ലോക്സഭ പഠിക്കാം. ലോക്സഭയിൽ 543 ഡയറക്ട്ലി ഇലക്റ്റഡ് മെമ്പേഴ്സ്, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത 543 അംഗങ്ങൾ കാണപ്പെടുന്നത് ലോകസഭയിലാണ്.
2 നോമിനേറ്റഡ് മെമ്പേഴ്സ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് 2 അംഗങ്ങളാണ്. മറ്റേടത്ത് എത്രയായിരുന്നു? 12. അതുകൊണ്ടാണ് പറഞ്ഞത് തെറ്റിപ്പോകല്ലെന്ന്. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, നോൺ ആസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണോ രാജ്യസഭയാണോ? ലോകസഭ. ജനപ്രതിനിധി സഭ അഥവാ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, പ്രതിനിധികളുടെ സഭ, ജനപ്രതിനിധികളുടെ സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഇലക്റ്റഡ് ഫോർ എ ടേം ഓഫ് 5 years. 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി. എന്നാൽ രാജ്യസഭയോ ഒരു സ്ഥിരം സഭയായിരുന്നു. പ്രിസൈഡഡ് ഓവർ ബൈ ദ സ്പീക്കർ. സ്പീക്കറാണ് അധ്യക്ഷം വഹിക്കുന്നത്. എവിടെ? ലോകസഭയിൽ. എന്നാൽ രാജ്യസഭയിലോ ഉപരാഷ്ട്രപതി ആയിരുന്നു. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് ഇത് തെറ്റിപ്പോവാതെ ഒരെണ്ണം നല്ലപോലെ പഠിക്കുക, അതിനുശേഷം അടുത്തെടുത്ത് പഠിക്കുക. ഓക്കെ, രണ്ടും ക്ലിയർ ആയെന്ന് കരുതുന്നു. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല. ബട്ട് ഹീ ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ പാർലമെൻറ്റ്. എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നമുക്ക് ഒഴിച്ചു മാറ്റി നിർത്താനായിട്ട് രാഷ്ട്രപതിയെ പറ്റില്ല. രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല, എന്നാൽ പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ് പ്രസിഡൻറ്റ്. ദിസ് ഈസ് മെയിൻലി ബിക്കോസ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ദിസ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ പെർഫോംസ് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ലൈക്ക് സമ്മോണിംഗ് ദ സെക്ഷൻസ് ഓഫ് ദ പാർലമെൻറ്റ്, അഡ്രസ്സിംഗ് ദ ജോയിൻറ്റ് സിറ്റിംഗ്സ് ആൻഡ് അപ്രൂവിംഗ് ദ ബിൽസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു രാഷ്ട്രപതി ഇതിവിടെ ഒരു അംഗമല്ല, പക്ഷേ പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ് പ്രസിഡൻറ്റ്. അങ്ങനെ പറയാനുള്ള കാരണം, ക്വസ്റ്റ്യൻ വേണേൽ അങ്ങനെ ചോദിക്കാം, അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക. അതാണ് അവിടെ ഇംഗ്ലീഷിൽ നൽകിയിരിക്കുന്നത് ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ജോയിൻറ്റ് ഒരുമിച്ച്, അതിൻ്റെ മലയാളം നല്ല മലയാളമാണ് സംയുക്തം. അപ്പം ജോയിൻറ്റ് സിറ്റിംഗ്, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക. അപ്രൂവിങ് ദ ബിൽസ് എന്ന് കണ്ടില്ലേ? ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പാരഗ്രാഫ്. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്, പാർലമെൻറ്റിൻ്റെ ചുമതലകൾ. ലെജിസ്ലേഷൻ ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ പാർലമെൻറ്റ്. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. ടു മേക്ക് എ ലോ, ദ അപ്രൂവൽ ഓഫ് ബോത്ത് ദ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് ഈസ് റിക്വയർഡ്. ഒരു നിയമം നടപ്പിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നിയമം നിർമ്മാണത്തിന് ഈ പാർലമെൻറ്റിൻ്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. മനസ്സിലായോ? ഒരു നിയമം നമുക്ക് നിർമ്മിക്കണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ 2 സഭകളായ ലോകസഭയുടെയും രാജ്യസഭയുടെയും അംഗീകാരം ആവശ്യമാണ്. The Lok Sabha and Rajya Sabha assembles separately for legislation. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. എ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോം ഈസ് നോൺ ആസ് എ ബിൽ. അണ്ടർലൈൻ ചെയ്തേ. എന്താണ് ബില്ല്? വാട്ട് ഈസ് എ ബിൽ? ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോം ഈസ് നോൺ ആസ് എ ബിൽ. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബിൽ. An ordinary bill can be introduced in either house of the parliament. ഒരു സാധാരണ ബില്ല്, ഓർഡിനറി സാധാരണം ബില്ല്, നമുക്ക് സാധാരണ ബില്ല് തന്നെ. ഓർഡിനറി ബില്ലെന്ന് പറയുമ്പോൾ ഒരു സാധാരണ ബില്ല് പാർലമെൻറ്റിൻ്റെ ഏതു സഭയിലും ആദ്യം അവതരിപ്പിക്കാം. അതാണ് ഐദർ എന്ന് കൊടുത്തിരിക്കുന്നത്. ഏത് സഭയിലും നമുക്ക് ആദ്യം അവതരിപ്പിക്കാം. The house which considers the bill first is called the first house, and the house which considers it is next is known as the second house.
അപ്പോൾ ഈ ബില്ല് ആദ്യം കൺസിഡർ ചെയ്യുന്ന സഭയെ ഒന്നാം സഭയെന്നും ഫസ്റ്റ് ഹൗസ് എന്നും രണ്ടാമത് കൺസിഡർ ചെയ്യുന്ന സഭയെ സെക്കൻഡ് ഹൗസ് എന്നും വിളിക്കുന്നു. ഡൗട്ടുണ്ടോ? ഇല്ല. എന്താ പറഞ്ഞത്? ഈ നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ലെന്ന് പറയുന്നത്. സാധാരണ ബില്ല് നമുക്ക് രാജ്യസഭയിലോ ലോകസഭയിലോ വേണമെങ്കിലോ അവതരിപ്പിക്കാം. ഏത് സഭയിലാണോ ആദ്യം ബില്ല് പരിഗണിക്കുന്നത് ആ സഭയെ ഫസ്റ്റ് ഹൗസ് എന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ സെക്കൻഡ് ഹൗസ് എന്നും വിളിക്കുന്നു. In both the houses, the bill passes through different stages. ഈ രണ്ട് സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് ആ ബോക്സിൽ നൽകിയിരിക്കുന്നത്. രണ്ട് സഭകളിൽ കൂടെയും ഒരു ബില്ല് വിവിധ ഘട്ടങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു ബില്ലെടുത്തു. ബില്ലെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല്. അപ്പോൾ ബില്ല് ഫസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുന്നു. അവിടെ ഫസ്റ്റ് റീഡിംഗ് എന്ന പ്രോസസ്സ് നടക്കുന്നു. അതിനുശേഷം സെക്കൻഡ് റീഡിങ് രണ്ടാം വായന നടക്കുന്നു. ദെൻ തേർഡ് റീഡിങ് മൂന്നാം വായന നടക്കുന്നു. അതിനുശേഷം സെക്കൻഡ് ഹൗസിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഹൗസിലെ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം സെക്കൻഡ് ഹൗസിലെത്തുന്നു. സെക്കൻഡ് ഹൗസിൽ വീണ്ടും ഫസ്റ്റ് റീഡിങ് നടക്കുന്നു. ദെൻ സെക്കൻഡ് റീഡിങ് നടക്കുന്നു. ദെൻ തേർഡ് റീഡിങ് നടക്കുന്നു. അതിനുശേഷം പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തിനായിട്ട് അത് അയക്കുന്നു. അപ്രൂവൽ ഓഫ് ദ പ്രസിഡൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഹൗസിൽ തന്നെ 3 പ്രോസസ്സ് നടന്നു. ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്. അതിനുശേഷം സെക്കൻഡ് ഹൗസിലേക്ക് കൊടുക്കുന്നു. സെക്കൻഡ് ഹൗസിലും ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങും തേർഡ് റീഡിങ്ങും നടത്തിയതിന് ശേഷം പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തിനായിട്ട് അയക്കുന്നു. ക്ലിയറായോ? പാർലമെൻറ്റിൻ്റെ ചുമതലകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ വരുന്ന വേരിയസ് സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചത് കഴിഞ്ഞതേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഫസ്റ്റ് റീഡിങ്, ഒന്നാം വായന. ദ ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്. അപ്പോൾ അതിലൂടെ എന്താണ്? ആ ബില്ലിനെ നമ്മൾ അവതരിപ്പിക്കുകയാണ് അവിടെ. ദെൻ സെക്കൻഡ് റീഡിങ്ങിനകത്ത് അവിടെ എന്താണ് നടക്കുന്നത്? ഈച്ച് ആൻഡ് എവറി ആർട്ടിക്കിൾ ഇൻക്ലൂഡഡ് ഇൻ ദ ബിൽ ഈസ് ഐദർ പാസ്ഡ്, ചേഞ്ച്ഡ് ഓർ റിജക്റ്റഡ് ആഫ്റ്റർ ഡിസ്കഷൻ. രണ്ടാം വായനയിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ ചിലത് നിരാകരിക്കുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കണേ, ഒന്നാം വായനയിൽ ഫസ്റ്റ് റീഡിങ്ങിൽ ബില്ല് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാം വായന അഥവാ സെക്കൻഡ് റീഡിങ്ങിൽ ആ ബില്ലിലുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് അത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ ചിലത് നിരാകരിക്കുകയോ ചെയ്യുന്നു. തേർഡ് റീഡിങ്ങിൽ വരുമ്പോൾ മൂന്നാമത്തെ വായനയിൽ ദ ബിൽ ആസ് എ ഹോൾ ഈസ് പാസ്ഡ് ഓർ റിജക്റ്റഡ്. മൂന്നാമത്തെ വായനയിൽ നടക്കുന്നത് ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ഒരു ബില്ല് പാസ്സാകുന്നതിലുള്ള വേരിയസ് സ്റ്റേജസ് എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്. ആ ഫസ്റ്റ് റീഡിങ്ങിൽ നടക്കുന്ന പ്രവർത്തനം സെക്കൻഡ് റീഡിങ്ങിലെയും തേർഡ് റീഡിങ്ങിലെയും നമ്മൾ പഠിച്ചു വച്ചിരുന്നാൽ വളരെ അത്യാവശ്യമാണ്. After passing the bill in the first house, it is sent to the second house along with the certificate of the presiding officer. അപ്പോൾ ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ സഭാ അധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രണ്ടാം സഭയിലേക്ക് പരിഗണനയ്ക്കായിട്ട് നമ്മൾ അയക്കുന്നു. The bill passes once again through the above mentioned 3 stages in the second house. നമ്മൾ പഠിച്ചു അത്. അപ്പോൾ ഈ പ്രിസൈഡിങ് ഓഫീസറിൻ്റെ സാക്ഷ്യപത്രത്തോടുകൂടി രണ്ടാം ഹൗസിലേക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡ് ഹൗസിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെയും ഇതേപോലെ 3 സ്റ്റേജുകൾ ഉണ്ടാവും. After the bill is passed by both the house, it is sent to the president for approval.
ബില്ല് 2 സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ, ഏത് 2 സഭകൾ? ലോകസഭയും രാജ്യസഭയും, ഫസ്റ്റ് ഹൗസും സെക്കൻഡ് ഹൗസും. അപ്പോൾ ഫസ്റ്റ് ഹൗസും സെക്കൻഡ് ഹൗസും ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഈ 2 സഭകളും ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ എവിടേക്ക് അയക്കുമെന്ന് നമ്മൾ പറഞ്ഞത്? പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ അയക്കും, സമർപ്പിക്കും. On getting the approval of the president, the bill becomes a law. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായി മാറും. രാഷ്ട്രപതിയുടെ ഒപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു ബില്ല് നിയമമാകൂ. മനസ്സിലാക്കണേ. 2 സഭകളും പാസ്സാക്കിയതിന് ശേഷം രാഷ്ട്രപതിക്ക് അംഗീകാരത്തിനായി അയക്കും. രാഷ്ട്രപതി ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ ഒരു ബില്ല് നിയമമാകുകയുള്ളൂ, ഒരു ബില്ല് ലോ ആകുകയുള്ളൂ. If there is a difference of opinion between the 2 houses, a joint sitting of both the houses of the parliament is summoned and a decision is taken. അപ്പോൾ ഇനി ഈ 2 സഭകൾക്കും ബില്ലിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഒക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യും? A joint sitting of both the houses of the parliament is summoned and a decision is taken. ജോയിൻറ്റ് സിറ്റിംഗ് ആദ്യമൊന്ന് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. It is the president who summons the joint sitting of the parliament. ആരാണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്? പ്രസിഡൻറ്റ്, രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. മറന്നു പോവരുതേ. സ്പീക്കറോ ഉപരാഷ്ട്രപതിയോ ഒന്നുമല്ല, രാഷ്ട്രപതിയാണ് ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. സമ്മോൺ എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യുക അല്ലെങ്കിൽ വിളിച്ചു കൂട്ടുക എന്നാണ് അർത്ഥം കേട്ടോ. പക്ഷേ പ്രിസൈഡഡ് ഓവർ ബൈ ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ. പക്ഷേ അതിന് അധ്യക്ഷത വഹിക്കുന്നത്, ഈ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറുടെ നേതൃത്വത്തിലായിരിക്കും. അപ്പോൾ ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. 2 കാര്യങ്ങളാണ് അവിടെ ഓർക്കുന്നത്. ഇപ്പോൾ 2 വിഭാഗങ്ങൾക്കും തർക്കമുണ്ടെങ്കിൽ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചുകൂട്ടും, സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടി ഡിസിഷൻ എടുക്കും. എന്നാൽ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതിയും ആ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറുമാണ്. മാറിപ്പോവരുത്. അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറും സംയുക്ത സമ്മേളനം അഥവാ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയും ആണ്. അതേ പേജിലൊരു ബോക്സ് നൽകിയിട്ടുണ്ട്. സെക്ഷൻസ് ഓഫ് പാർലമെൻറ്റ്. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ there should not be an interval of more than 6 months between 2 sections of the parliament. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേളകൾ ഉണ്ടാവരുതെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. നോർമലി ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ അസംബിൾസ് 3 times a year. സാധാരണ 3 തവണയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് സമ്മേളിക്കുന്നത്. There are known as monsoon season. ഏതൊക്കെയാണത്? വർഷകാല സമ്മേളനം, അടുത്തത് വിൻ്റർ സീസൺ ശീതകാല സമ്മേളനം, നെക്സ്റ്റ് സമ്മർ സീസൺ വേനൽക്കാല സമ്മേളനം എന്നീ പേരുകളിലാണ് ആ സമ്മേളനങ്ങൾ അറിയപ്പെടുന്നത്. ഇഫ് നീഡഡ് ദ രാജ്യസഭ അസംബിൾസ് 4 times a year. രാജ്യസഭയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ 4 സമ്മേളനങ്ങൾ ചേരാറുണ്ട്. അപ്പോൾ രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ ചേരാറുണ്ട്. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെൻറ്റ് 3 തവണയാണ് സമ്മേളിക്കുന്നത്. ആ 3 തവണയുള്ള പേരുകൾ വ്യത്യസ്തമായിട്ട് നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ക്വസ്റ്റ്യൻ അവർ. ഡെയിലി സെക്ഷൻസ് ഓഫ് ദ പാർലമെൻറ്റ് ബിഗിൻസ് വിത്ത് ക്വസ്റ്റ്യൻ അവർ. പാർലമെൻറ്റിൻ്റെ ഒരു ദിവസത്തെ നടപടി ക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയോടെയാണ്. എവ്രി ഡേ ദ പാർലമെൻറ്റ് മീറ്റ്സ് അറ്റ് 11 in the morning ആൻഡ് ദ ഇനിഷ്യൽ അവർ ഈസ് ക്വസ്റ്റ്യൻ അവർ. എല്ലാ ദിവസവും 11 മണിക്ക് സമ്മേളനം ആരംഭിക്കുകയും തുടർന്നുള്ള 1 മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം.
ദ മെമ്പേഴ്സ് ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു എനി അഡ്മിനിസ്ട്രേറ്റീവ് സബ്ജക്റ്റ്. ഭരണപരമായിട്ടുള്ള ഏത് വിഷയത്തെ പറ്റിയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദ മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് വിൽ ഗീവ് ആൻസേഴ്സ് ടു ദം. ആ ഏത് വകുപ്പിനെ പറ്റിയിട്ടാണോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ വകുപ്പിൻ്റെ മന്ത്രിമാർക്ക് അതിനുള്ള ആൻസേഴ്സ് നൽകാവുന്നതാണ്. ദ ടൈം ടേബിൾ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ പാർലമെൻറ്റ്. അപ്പോൾ കേന്ദ്രത്തിലെ നിന്നും വ്യത്യസ്തമാണ് സംസ്ഥാനതല നിയമസഭകളിൽ നടക്കുന്നത്. ദാറ്റ് മീൻസ് കേന്ദ്രത്തിലുള്ള ടൈം അനുസരിച്ചല്ല സംസ്ഥാന നിയമസഭകളിലെ സമയക്രമീകരണം നടക്കുന്നത്. നെക്സ്റ്റ് ടേം 0 hour, ശൂന്യവേള. അറ്റ് 12 noon ദ ക്വസ്റ്റ്യൻ അവർ എൻഡ്സ്. 12 മണിക്ക് ചോദ്യോത്തരവേള അവസാനിക്കും. The small interval after the question hour before commencing deliberations on the items on agenda is known as 0 hour. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയം ശൂന്യവേള അഥവാ 0 hour എന്നറിയപ്പെടുന്നു. It is known as 0 hour because it is 12 o'clock. 12 മണിയാകുന്നതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. സമയം 12 മണിയാകുന്നതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. The House considers adjournment motion, calling attention motion, etc. during this time. ഈ സമയത്ത് അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വയ്ക്കുന്നതാണ്. The 0 hour lasts for 5 to 15 minutes. 5 മുതൽ 15 മിനിറ്റ് വരെയാണ് 0 hourൻ്റെ ദൈർഘ്യം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. പോർഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വളരെ എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് നൽകണം. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നമ്മുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി പോർഷൻസുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു.